ഹായ് മച്ചാമാരെ, ഇന്നത്തെ ദിവസം ഏപ്രിൽ 26-2024 ഇലക്ഷൻ ഡേയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പോയി വോട്ട് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു ഉപയോഗവും ഇല്ലാത്ത എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ കാണുക. അപ്പോൾ ഈ വീഡിയോ എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ, ഇനി കുറച്ച് കാലം മുന്നേ തൊട്ട് ഞാൻ വലുതായിട്ട് ഡാൻസ് വീഡിയോസ് ഒന്നും ഇടുന്നില്ല, വലിയ ഡാൻസുള്ള വീഡിയോസ് ഒന്നും ഇടുന്നില്ല. പിന്നെ ഇനി കുറച്ച് കാലത്തേക്കും കൂടെ വലിയ ഡാൻസ് വീഡിയോസ് ഒന്നും ഇടാൻ ഉദ്ദേശമില്ല എന്നും കൂടെ പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എന്താ കാരണമെന്ന് ചോദിച്ചാൽ, സെപ്റ്റംബർ 2024 എനിക്കൊരു നെക്ക് ആൻഡ് ഷോൾഡർ ഇഞ്ചറി ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ സെറ്റിയിലിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊന്ന് ഉറങ്ങിപ്പോയി കഴുത്ത് ഒരു വേണ്ടാത്തൊരു പൊസിഷനിലെത്തി, അങ്ങനെ ഒന്ന് സ്പ്രെയിനായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓൾമോസ്റ്റ് 2-3 ആഴ്ചയോളം വലിയ പരിപാടികളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഡാൻസ് എന്ന് മാത്രമല്ല, അല്ലാതെ റിയൽ ലൈഫിൽ തന്നെ പാല് കാച്ചി, കല്യാണം എന്നീ വക സാധനങ്ങൾക്ക് പോലും പോകാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ബാക്കിയുള്ള പരിപാടികളൊന്നും നടന്നതുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണും, കലാപക്കാര എന്ന് പറഞ്ഞ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു ഡൺ വിത്ത് ഷോൾഡർ ഇഞ്ചറി. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് 2-3 മാസത്തെ ഫിസിയോതെറാപ്പി, യോഗ എന്നീ വക സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നവംബർ ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കിനെല്ലാം സുഖമായി ഡാൻസൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലൊക്കെ എത്തിയതായിരുന്നു. പിന്നെ നമ്മുടെ ഈ വർഷത്തെ ജനുവരി 2024 ആയപ്പോഴത്തേക്കിന് എൻ്റെ എല്ലാ ദിവസത്തെ പരിപാടി പോലെ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യും. കാരണം ഡാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സ്ട്രെസ് ബസ്റ്ററാണ്. എന്ന് വെച്ചാൽ എന്ത് കാര്യം ചെയ്താലും, എന്നുവെച്ചാൽ ഇതിനൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബോഡിയിൽ എൻഡോർഫിൻസ് എന്ന് പറഞ്ഞ കെമിക്കൽസ് റിലീസ് ചെയ്യും. അപ്പോൾ അത് സ്ട്രെസ് ഹോർമോൺസ് ആയ കോർട്ടിസോളിനെയൊക്കെ തരണം ചെയ്യും എന്ന് മാത്രമല്ല, ഡോപ്പമിൻ, സെറോട്ടോണിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഫീൽ ഗുഡ് ഹോർമോൺസിനെ റിലീസ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതും ഒരു ബേസിസാണ്. അപ്പോൾ ഏതായാലും എന്നെ സംബന്ധിച്ച് എനിക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഡാൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്ക് മാതൃകയായിട്ടുള്ളതെന്ന് വെച്ചാൽ കുഞ്ഞു പിള്ളേരാണ്. എന്ന് വെച്ചാൽ ആരെങ്കിലും നോക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നൊന്നുമുള്ള ഒരു ചിന്തയില്ലാതെ അവർക്ക് സന്തോഷം വരാൻ നേരത്തെ അവർ ഡാൻസ് ചെയ്യും. അപ്പോൾ എൻ്റെ ഡാൻസ് എന്ന് വെച്ചാൽ ആ ഒരു രീതിയിലായിരിക്കും നടക്കുന്നത്. വേറെ ആരെങ്കിലും നോക്കുന്നുണ്ടോ കാണുന്നുണ്ടോ ഉണ്ട് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു മാറ്റം, അതിൽ നിന്നൊക്കെ നിന്ന് ഉള്ള ഒരു മാറ്റത്തിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് തന്നെ എനിക്ക് ഡാൻസിനെ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറുള്ളത്. അപ്പോൾ പറയാൻ വന്ന കാര്യം, അങ്ങനെ ഒരു വലിയൊരു ശക്തിക്ക് വേണ്ടിയിട്ട് ഡാൻസ് ചെയ്യുന്ന, അതായത് നമ്മളുടെ മദർ നേച്ചർ എന്ന് പറയുന്ന, അതായത് ഈ പ്രകൃതി, നമ്മൾ ചുറ്റിനും കാണുന്ന മരങ്ങളായിരിക്കാം, അല്ലാണ്ട് ഈ ഭൂമിയായിരിക്കാം, അതിനോടൊക്കെ എനിക്ക് ഭയങ്കര പ്രണയമാണ്. അതെന്നെ വളരെ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ നേച്ചറിൽ തന്നെ നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ സാധാരണ ലൈഫിൻ്റെ ഇടയ്ക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല, പക്ഷേ ഞാൻ സമയം കണ്ടെത്തി ശ്രദ്ധിക്കാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ നേരത്ത് മൂലപ്രകൃതിയോട് ഒരു നന്ദി പറച്ചിലും കൂടെയാണ് ഈ ഡാൻസ്. കാരണം അതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ നമുക്ക് സന്തോഷം വരുമ്പോൾ അങ്ങനെ ഡാൻസ് ചെയ്യാൻ തോന്നാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും അരമണിക്കൂർ, 1.5 മണിക്കൂർ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ അങ്ങനെ പോവാറില്ല, കാരണം വേറെ പരിപാടികളും കൂടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ജനുവരി ആയപ്പോഴും ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഏതോ ഒരു ഡാൻസിൻ്റെ പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് വീണ്ടും സ്പ്രെയിനായി. അപ്പോൾ അതിന് മുന്നേ ഋത്തിക് റോഷൻ കളിച്ചിരുന്ന കഹോന പ്യാരെ ഹേയുടെ നല്ല നെക്ക് മൂവ്മെൻ്റ് ഉള്ള ഐറ്റംസ് വരെ വന്നപ്പോൾ പോലും ഒരു ഇഞ്ചറിയും പറ്റാത്ത ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ഈ തലയൊന്നും അനക്കാതിരുന്നിട്ട് പോലും എങ്ങനെയോ ഇഞ്ചറി ആയി. അപ്പോൾ അന്ന് തൊട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുന്ന പരിപാടികൾ കാരണം വീണ്ടും നെക്ക് ഇഞ്ചറി അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ റീസെൻ്റായിട്ട് വിഷു സമയത്ത് ഇവിടുത്തെ ഉരുളിയെടുത്ത്, നല്ല വെയിറ്റുള്ളൊരു ഉരുളിയെടുത്ത് പൊക്കിയതോടുകൂടി വീണ്ടും കയ്യിനും നെക്കിനും ഒക്കെ അതിൻ്റെ രണ്ടിൻ്റെയും കാര്യത്തിലൊരു തീരുമാനമായി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഓരോ വെയിറ്റൊക്കെ എടുത്ത് ഓരോ പണികളൊക്കെ ചെയ്ത് അങ്ങനെ ഇപ്പോൾ വളരെ നല്ല പണി കിട്ടി ഇരുന്നിട്ട്, ഇന്നത്തെ ദിവസം ഡോക്ടറെയും കൂടെ കണ്ടിട്ട് വന്നിട്ട് അങ്ങനെ ഇനി ഒരാഴ്ചത്തേക്ക് അടങ്ങിയിരിക്കണം, ഒന്നും ചെയ്യരുത് എന്നുള്ള കൽപ്പനയും കൂടെ കിട്ടിയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഭാവിയിൽ കുറച്ച് കാലത്തേക്ക് വലുതായിട്ട് ഡാൻസൊന്നും, വലിയ തലയൊക്കെ അനക്കുന്ന ഡാൻസൊന്നും ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഇല്ല.
അപ്പോൾ ഇങ്ങനെ പറയാൻ നേരത്ത് ഒരു കാര്യം കൂടെ നിങ്ങളെല്ലാവരും ഓർക്കുക. നിങ്ങൾക്ക് എൻ്റെ ഡാൻസോ മ്യൂസിക്കോ എന്തെങ്കിലും സാധനങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ, അൺസബ്സ്ക്രൈബ് ചെയ്യോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ പേഴ്സണൽ ലൈഫിലെ എല്ലാ കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറില്ല. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, അതായത് നമ്മളുടെ ഈ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, ഇത്ര സോഷ്യൽ മീഡിയയൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ റിയൽ ലൈഫ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ പുറത്താണ്. ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോസൊക്കെ ഇടുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കുന്ന സമയമാണ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങളെ അതിനു വേണ്ടി പ്രേരിപ്പിക്കാൻ പറ്റും എന്നും കൂടെ ആണ് എൻ്റെ ആഗ്രഹം. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളേതെങ്കിലും എൻ്റെ വീഡിയോസ് കാണുവാണെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്യാനായിട്ട് ഉദ്ദേശമുണ്ടെങ്കിൽ, അതായത് ഡാൻസ് ആയിരിക്കാം, കുക്കിംഗ് ആയിരിക്കാം, മ്യൂസിക് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാനും കൂടി നിന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ച് ആ ഫോണൊന്ന് കുറച്ച് നേരത്തേക്ക് താഴെ എടുത്ത് വെക്കുമോ, എവിടെയെങ്കിലും എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അതൊക്കെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിനേക്കാട്ടിലും ഏറെ മികച്ച രീതിയിലൊക്കെ ചെയ്യാനായിട്ടാണ് സാധാരണഗതിയിൽ ഞാൻ വീഡിയോസ് ഇടാറുള്ളത്. പിന്നെ എനിക്ക് ഒരു സെൽഫ് എക്സ്പ്രഷൻ എന്ന രീതിയിലാണ് നോർമലി വീഡിയോസൊക്കെ ഇടാറുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങളെ എല്ലാവരെയും ഒരു റിയൽ ലൈഫിലേക്ക് ഉള്ളൊരു പ്രചോദനമാകട്ടെ എന്നും കൂടെ ഈ വ്ളോഗിനകത്ത് ചേർക്കുന്നു. ഇത്രയും വരെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇത് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ആണ്. എന്തുകൊണ്ട് വീഡിയോസൊന്നും ഡാൻസ് വീഡിയോസൊന്നും ഇനി കുറച്ച് കാലത്തേക്ക് കാണില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു അപ്ഡേറ്റ് മാത്രമാണ്. പക്ഷേ ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കാണാം. അതൊക്കെ കുറച്ചേ ഇടാറുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ എൻ്റെ വീഡിയോസ് ആണെങ്കിലും ആരുടെ വീഡിയോസ് ആണെങ്കിലും യൂട്യൂബിലൊക്കെ ഒന്ന് സൂക്ഷിച്ചും കണ്ടു വെക്കുക, എല്ലാ കാര്യങ്ങളും നോക്കുക. ഓക്കെ.